ഹായ് ഹലോ നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലിലിടുന്ന വീഡിയോസൊക്കെ കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വ്യൂസൊക്കെ കുറച്ചിങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. എങ്കിൽ മാത്രമേ എനിക്കും ഒരു മോട്ടിവേഷൻ ആയ പോലെ തോന്നുള്ളൂ. ഇനിയും പുതിയ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനൊരു മോട്ടിവേഷനായിട്ട് നിങ്ങൾ കാണണം. അതുപോലെ ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം. അതായത് വീഡിയോ കണ്ടിട്ട് എന്താ തോന്നിയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഫ്ലോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം റെക്ടിഫൈ ചെയ്ത് അടുത്ത വീഡിയോയിൽ കറക്റ്റാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ കോംപ്ലക്സ് കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കെട്ടിത്തീർന്ന് ഒരു ഗണപതി ഹോമം ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും ഗണപതി ഹോമത്തിലൂടെയാണല്ലോ നമ്മൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഓപ്പണിംഗ് ദിവസം നമ്മൾ ഗണപതി ഹോമം പിന്നെ സരസ്വതി പൂജയും രണ്ടും ഒരു ദിവസം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്, അതിൻ്റെ കുറച്ച് എന്താ പറയുക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തലേ ദിവസം തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂജ ചെയ്യുന്ന പൂജാരി തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ അമ്മൻ്റെ ഫ്രണ്ടാണിവർ. അപ്പോൾ നല്ല പരിചയമുണ്ട്. അപ്പോൾ ആൻറ്റിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്കിളും ആൻറ്റിയും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരും ഞങ്ങളും എല്ലാവരും ചേർന്നിട്ട് പൂജയ്ക്കുള്ള എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുക. അങ്കിളിവിടെ ഈ കളമൊക്കെ ഒരുക്കുന്ന സമയത്ത് ഞങ്ങളിവിടെ പൂക്കളൊക്കെ സെറ്റ് ചെയ്യായിരുന്നു. തുളസിയില, അതുപോലെ തെച്ചിപ്പൂ, ഇതൊക്കെ അവരുടെ പൂജയ്ക്ക് അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കണം. അതുപോലെ ഇത് ആൻറ്റി പറയായിരുന്നു, സാധാരണ ചിലവരിങ്ങനെ ചെയ്യണ സമയത്ത് സംസാരിക്കുക പോലും ഇല്ലയെന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സംസാരിക്കുമ്പോൾ അറിയാതെ നമ്മളുടെ ചിലവർക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സലൈവൊക്കെ ചിലപ്പോൾ തെറിക്കുമല്ലോ. അപ്പോൾ അതുപോലും പാടില്ല എന്ന് വെച്ചിട്ട് സംസാരിക്കുക പോലും ഇല്ല ചിലവർ ഇത് ചെയ്യുമ്പോൾ എന്നൊക്കെ പറയാറ്. പക്ഷേ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെയൊക്കെ ഉണ്ട് എന്ന്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളത് പൂവൊക്കെ സെറ്റ് ആക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്കിളിവിടെ വിളക്കൊക്കെ വയ്ക്കുകയായിരുന്നു. ഇത് സരസ്വതി പൂജയ്ക്കുള്ള വിളക്കാണ്. അപ്പോൾ അതിനനുസരിച്ച് പൂജയ്ക്കനുസരിച്ച് അവർക്ക് എങ്ങനെയാണോ അതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ തുളസി പൂജയ്ക്കാണ്, മാല കെട്ടാനൊന്നുമല്ല, പൂജയ്ക്കുള്ള തുളസിയാണ്. അപ്പോൾ അത് സ്റ്റെമ്മിന്ന് എന്താ പറയുക, കൊമ്പിൽ നിന്ന് അതൊക്കെ ഇല മാത്രം പറിച്ചെടുത്ത് വൃത്തിയുള്ളതൊക്കെ മാറ്റി വെച്ച് അത് മാത്രം എടുക്കുകയുള്ളൂ. അപ്പം അങ്ങനെ അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സരസ്വതി പൂജയ്ക്ക് വേണ്ടിയിട്ട് ഈ തെച്ചിപ്പൂവിലെ ആ ഉള്ളിലത്തെ ഒരു ചെറിയൊരു സംഭവം ഉണ്ടാവുമല്ലോ, അതെടുത്ത് മാറ്റിയിട്ടുള്ള പൂ വേണമെന്ന് കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരുവിധം എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. നാളെ രാവിലെ 5 മണിക്കാണ് പൂജ. 5 മണിക്ക് അവർ 5 മണിക്ക് അവരെത്തും. അപ്പോൾ അതിനുശേഷമാണ് പൂജ തുടങ്ങുക. അപ്പോൾ എല്ലാം ഇതുപോലെ എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുക, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതുപോലെ ചെങ്കലൊക്കെ വെച്ച് അതിൻ്റെ മുകളിലും പൊടിയൊക്കെ വെതറി എല്ലാം അലങ്കരിച്ച് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് താഴെ ഇറങ്ങിയതാണ് കേട്ടോ. അവർ എല്ലാം ചെയ്ത് തന്നിട്ട് നാളെ ഇത്ര മണിക്ക് വരും എന്നൊക്കെ പറഞ്ഞ്, ഇത്ര മണിക്ക് ഇവിടെ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയി. അതിനുശേഷം ഞങ്ങളും കുറച്ചൊന്ന് നടക്കാമെന്ന് വിചാരിച്ച് താഴെ ഇറങ്ങി. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഒരു മൊത്തം എങ്ങനെ വന്നിട്ടുണ്ട് എന്നൊക്കെ എനിക്ക് ഇങ്ങനെ അപ്പുറത്ത് നിന്ന് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ബേക്കറിയിലേക്കും വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എന്താ ഞങ്ങൾ വാങ്ങാൻ പോയത്, കുറേ നേരം ഇവിടെ വന്നിരുന്നു, എന്നിട്ട് വിശന്നു. അപ്പോൾ ഞങ്ങൾ ബേക്കറിയിൽ പോയിട്ട് എന്തൊക്കെയോ വാങ്ങി. അതെന്താ കഴിച്ച് ഓർമ്മയില്ല. ചോക്കോൻ്റെ കേക്ക് എന്തോ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ കുറേ പേരിങ്ങനെ വന്ന് നിൽക്കണ്ടായിരുന്നു. കുറേ പേരല്ല, അവരൊക്കെ എൻ്റെ കസിൻസ് തന്നെയാണ്. അപ്പോൾ അവർ താഴെ നിന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛനാണ് ഇവിടുത്തെ ഈ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്ത്, ഫ്ലവർ പോട്ട്, പ്ലാന്റ്സ് വാങ്ങിയത്, അതെല്ലാം അച്ഛൻ സ്വയം ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം വീടിന്ന് ഈ ബിൽഡിങ്ങിലേക്ക് എത്താൻ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ വരുമൊന്നുമില്ല. പിന്നെ അച്ഛൻ എന്നും ഇവിടെ ആയിരുന്നു. ഈ പണി കഴിയുന്നത് വരെ അച്ഛൻ ഇവിടെ തന്നെയായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വെച്ചാൽ, കുറേ പറയുമ്പോൾ ഒരു 10-70 വർഷങ്ങൾക്കൊക്കെ മുൻപാണ് അച്ചാച്ചന് ഈ സ്ഥലം ആദ്യമായിട്ട് കിട്ടുന്ന സമയത്ത് ഇവിടെ ഒരു പലചരക്ക് കടയായിരുന്നു. അച്ചാച്ചൻ കൃഷിയൊക്കെ ചെയ്ത് പലചരക്ക് കടയൊക്കെ നന്നായി നോക്കി കഴിഞ്ഞു പോകുന്ന ഒരാളായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഒരു 20-21 വയസ്സിലോ എന്തോ ആണ് ഈ കട അച്ഛന് കൈമാറുന്നത് അച്ഛൻ. അതിനുശേഷം പിന്നെ അച്ഛനാണ് ഇവിടെ മൊത്തം. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്
അത് ഞാനും അനിയത്തിയും ഒക്കെ അച്ഛൻ്റെ കൂടെ അവിടെ വന്ന് ഇങ്ങനെ കടയിലിരുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് ഒരു എല്ലാത്തിനും ഒരു ഇതുണ്ടല്ലോ, ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെ തട്ടേണ്ട അവസ്ഥ വന്നു. ആ ബിൽഡിങ്ങൊക്കെ തട്ടി ഇപ്പോൾ ഇത് പുതിയതായിട്ട് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ വിശദമായിട്ടുള്ള കഥ അടുത്ത വീഡിയോയിൽ പറയാം.